Hi everybody, SEC Contemporary Language Skills for Science Semester 4 University of Calicut. സോ നമ്മൾ ഈ ഒരു പേപ്പറിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സെഷൻ എ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെഷൻ ബിയും സെഷൻ സിയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തൊക്കെയാണത്? സെഷൻ ബി എന്ന് പറയുന്നത് പാരാഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. സെഷൻ സി എന്ന് പറയുന്നതോ അത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം പാരാഗ്രാഫ് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. 6 മാർക്കിനാണ്. സീലിംഗ് ഉണ്ട്, 24 മാർക്കാണ് സീലിംഗ്. സോ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും മൊത്തം. ആ 5 ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം എഴുതണം. മൊത്തം ഓരോന്നിനും 6 മാർക്ക് വീതം, അങ്ങനെ 24 മാർക്ക് വരെയാണ് നമുക്ക് ഇന്ന് കിട്ടാവുന്ന മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. ഇനി എസ്സേ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സീലിംഗ് ഇല്ല. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ 2 എണ്ണവും നമ്മൾ എഴുതി വയ്ക്കാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന്, അത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതി വയ്ക്കുക. 10 മാർക്കാണ് അതിന്. ഇനി എത്രത്തോളം എഴുതേണ്ടി വരും എന്ന് ചോദിച്ചാൽ, ഒരു പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ, ഒരു 6 മാർക്കിൻ്റെ പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിൻ്റെ ഒരു പുറം, ആ ഒരു ഫസ്റ്റ് സൈഡ്, അത് വൃത്തിയിൽ എഴുതി വയ്ക്കുക. ഓർക്കേണ്ട കാര്യം, പോയിൻ്റ് ഉണ്ടായിരിക്കണം, ഉത്തരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ എഴുതുന്നത്. സോ എത്രത്തോളം എഴുതി വെക്കുന്നു എന്നതിനേക്കാളും ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞതാണ് കോണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ എഴുതി വെക്കുന്ന ആ ഒരു കോണ്ടൻറ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ തന്നെ ആയിരിക്കണം എഴുതി വെക്കേണ്ടത്, അതിൻ്റെ പോയിൻറ്റ്സ് അതിലുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പേപ്പറിൻ്റെ ഒരു ഫസ്റ്റ് സൈഡ് 6 മാർക്കിന്. ഇനി എസ്സേ ക്വസ്റ്റ്യനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പേജ്, അതിൻ്റെ 2 സൈഡും, അതേപോലെ തന്നെ കഴിയുമെങ്കിൽ അടുത്ത പേജും കൂടി മേടിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി, ഒരു ഹാഫും കൂടി എഴുതി വെച്ചാൽ ശുഭം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു 10 മാർക്കിനുള്ള ചോദ്യത്തിന് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അതല്ല എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല കൃത്യമായ പോയിൻറ്റുകളോടുകൂടി, നല്ല കൃത്യമായ വ്യക്തമായ കോണ്ടൻറ്റുകളോട് കൂടിയിട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. എത്ര എഴുതുന്നു എന്നുള്ളതിനേക്കാളും വളരെ വൃത്തിയിൽ, വളരെ കൃത്യമായി, ഒരു മിസ്റ്റേക്കും കൂടാതെ നമ്മൾ കൃത്യമായിട്ടുള്ള ആൻസർ എഴുതിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ നോക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച്, അതായത് സെഷൻ ബി അതുപോലെ തന്നെ സെഷൻ സി, ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ വീഡിയോ ഈ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഓക്കെ.